ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഡെയിലി വീഡിയോ ഇടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ കോപ്പിറൈറ്റ് സമ്മതിക്കണില്ല. ഒരു വീഡിയോ മിനിമം 8-10 പ്രാവശ്യം എഡിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിറയെ ബ്ലർ ഇമേജ് വെക്കാൻ കാരണം. എങ്ങനെയും വേഗം തന്നെ വീഡിയോ ഇടാൻ നോക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ ടൈക്കി അവരെ കണ്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹിന സമാധാനിപ്പിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ വരുന്നത്, അതേപോലെ അവരും ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ടൈക്ക് ഒരു വളിച്ച ചിരിയും ചിരിച്ച് ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ അടുത്ത ദിവസം അങ്ങനെ പ്രാക്ടീസിന് ജിമ്മിൽ വെച്ചും ചിനാച്ചും ഹൈറിയും ഇരുന്ന് വർത്താനം പറയണ കേട്ടിട്ട് ടെൻഷൻ ആവുകയാണ് അവൻ. അപ്പൊ ഹിന കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്ത് വന്നിട്ടുണ്ടാവും. അവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. അതുമല്ലാണ്ട് അവരുടെ ക്ലാസ്സിൽ അവർ രണ്ടുപേരുമാണ് ക്ലാസ് റെപ്രസെന്റേറ്റീവ്സും. അത് കേൾക്കുമ്പോഴത്തേനും അവൻ ടെൻഷൻ ആവും. അപ്പൊ ഹിന വന്നിട്ട് നോക്ക്, അന്ന് ചിനാച്ചു അല്ലേ പറഞ്ഞത് ഞാനിപ്പോ ബാസ്കറ്റ് ബോളിന് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്ന്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് കാറാണ്. പക്ഷെ എന്നാലും അവർ രണ്ടുപേരും ലവ്വില് വീഴാൻ നിറയെ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ അവരവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോച്ചിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു, ഈ വർഷം ബാച്ചിൽ ആരെയാണ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോച്ച് ഹാരിയുനെ എടുക്കാനാണ് പ്ലാൻ എന്ന് പറയുവാണ്. പക്ഷെ എനിക്ക് ഈ ഫസ്റ്റ് ഇയർ ഉള്ള പിള്ളേരെ വെച്ചിട്ട് ഒരു ഹൈ ഹോപ്പ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ടൈക്കിനെ നോക്കുവാണ്. അങ്ങനെ ടൈക്കി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേനും ചിനാറ്റ്സുന്റെ ബാസ്കറ്റ് ബോൾ അങ്ങോട്ടേക്ക് വീഴുവാണ്. അപ്പൊ അവൾ എടുക്കാൻ വേണ്ടി വരും. അങ്ങനെ ടൈക്കി അത് എടുത്തു കൊടുക്കുവാണ്. പക്ഷെ അവൻ ചിനാറ്റ്സുനെ കാണുമ്പോ അവന്റെ മനസ്സിൽ ഇന്നലെ അവളെയും ഹാരിയുനെ ഒരുമിച്ച് കണ്ടത് ഓർക്കുവാണ്. അങ്ങനെ അവളോട് സംസാരിക്കാൻ അവൻ താല്പര്യം കാണിക്കില്ല. എന്നിട്ട് ചിനാറ്റ്സു, ഒരു മിനിറ്റ്, നീ എപ്പോഴും നിന്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോവാന്ന് ചോദിക്കുകയാണ്. കാരണം ഞാൻ എന്റെ കീ വീട്ടിൽ വെച്ച് മറന്നുപോയി. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എന്റെ പ്രാക്ടീസ് തീരും. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും ഹാരിയു വരുവാണ്. അവനവിടെ വന്നിട്ട് ചിനാറ്റ്സുനെ ചീത് വിളിച്ചിട്ട് നിന്റെ ടീമിന് എക്സ്ട്രാ ടൈം ഉണ്ടാവുമോ? അത് കേൾക്കുമ്പോഴത്തേനും അവൻ ഒരുപാട് ടെൻഷൻ ആവുകയാണ്. കാരണം ഹാരിയോ അവളെ ചീന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി അവൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലോട്ട് ഓടുവാണ്. ഓടുമ്പോഴും ഞാൻ എന്താ അവൾക്ക് ക്യൂട്ടായിട്ടുള്ള പേരൊന്നും ഇടാത്തത്, അവൻ മാത്രം അവളെ ചീന്ന് വിളിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് കൂടെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലല്ലോ അവൾക്കൊരു ക്യൂട്ടായിട്ടുള്ള പേരിടാൻ എന്ന് പറഞ്ഞിട്ട് അവന് വീട്ടിലോട്ട് ഓടി വരുവാണ്. അവൻ അങ്ങനെ വീട്ടിലെത്തിയിട്ടും ആ സ്റ്റെപ്സിന്റെ അടുത്ത് തന്നെ കിടന്നിട്ട് അവർ രണ്ടുപേരും സെയിം ഗ്രേഡ് ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയും ക്ലോസ് ആയിരിക്കുന്നത്. ഞാനും എങ്ങനെയും സെയിം ഗ്രേഡിൽ എത്തണം. ഞാനും അവളെ ചീന്നുള്ള നിക്നെയിം ഇട്ട് വിളിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും ചീനാച്ചു വന്ന് കതവ് തുറക്കുവാണ്. പെട്ടെന്ന് അവൻ അവിടെ കിടന്ന് കാറുവാണ്. ചീനാച്ചു എന്ന് വിളിച്ചിട്ട് നിനക്ക് എന്തേലും പറ്റിയോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ ഞാൻ എന്താ ഈ കാണിക്കുന്നേ, എന്നെ തന്നെ വിചാരിച്ച എനിക്ക് എന്നെ പാവം തോന്നുന്നു. അപ്പത്തേനും ചിനാച്ചു വന്ന് അവിടെ ഇരിക്കുവാണ്. നീ ഇന്ന് നേരത്തെ വന്നൂല്ലേ? ഞാൻ നോക്കുമ്പോ നിന്റെ ടീം മെമ്പേഴ്സ് ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന റൂമിലേക്ക് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ചിലപ്പോ അവള് ബാഡ്മിന്റൺ ടീമിന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഹാരിയുനെ പറ്റി ആയിരിക്കുവോ? എന്നാൽ ശരി, ഞാൻ റൂമിലോട്ട് പോവാന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേനും ചിനാച്ചു അവനെ പിടിച്ച് വലിക്കുവാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ ഇത്രയും ഓടി വന്നത് കാരണം നീ ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ട്. നീ ഇത്ര നേരത്തെ വീട്ടിലോട്ട് ഓടി വന്നത് ഞാൻ വീടിന്റെ വെളിയില് നിന്നെയും കാത്ത് നിക്കണ്ടാന്ന് കരുതിയിട്ടാണോ? ടൈക്ക് എന്നിട്ട് മനസ്സില് ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും അവൾക്ക് അറിയില്ല. പക്ഷെ ഞാൻ സ്റ്റുപ്പിഡായിട്ട് അവളെ എന്ത് വിളിക്കണം എന്ന് വെറി ചെയ്യായിരുന്നു. പക്ഷെ അവൾ എന്നെ ശ്രദ്ധിക്കുന്നത് എന്നെ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. അതുമല്ലാണ്ട് മറ്റു കാര്യങ്ങൾ എനിക്കൊരു പ്രശ്നം അല്ലാണ്ടാവുകയാണ്. പെട്ടെന്ന് ചിനാറ്റ്സു, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ വളരെ നല്ലൊരു സഹായിയാണ് എനിക്ക്. അപ്പൊ ടൈക്കിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അവൻ എഴുന്നേറ്റ് അത് തന്നെ, പക്ഷെ ഞാൻ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ ഒന്നും കൂടെ പോയി ഓടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. അപ്പൊ ടൈക്കി ഓടുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഹാരിയോ ഇനിയിപ്പോ അവളുടെ അടുത്ത് സംസാരിച്ചാലും അവളെ എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. ഇനി ഈ ചെറിയ പ്രശ്നങ്ങൾ എന്റെ തലയ്ക്കുള്ളിൽ ഞാൻ വെക്കില്ല. കാരണം എനിക്ക് ക്ലബ് മാച്ചില് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിയോ വന്നിട്ട് ചിനാച്ചുവിനെ ചീന്ന് വിളിക്കുമ്പോ എനിക്ക് എവിടെന്നാ ടെൻഷൻ വരുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ പോയിന്റ്സ് ടേബിളില് അവന് നല്ല പോയിന്റ്സോടുകൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ടൈക്കിനെ പോലെ തന്നെ ഹാരിയും എല്ലാ മാച്ചിലും ജയിച്ചോണ്ട് വരുവാണ്. എന്നിട്ട് ടൈക്കിന്റെ ഫ്രണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ നീ എന്ത് തീരുമാനിച്ചു? അപ്പൊ ടൈക്കി, അവരിനി എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എന്റെ മാച്ചിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അവന്റെ ഫ്രണ്ട് ശരി
ശരി ശരി കണ്ടു തന്നെ അറിയാം എന്ന് പറഞ്ഞിട്ട് അവര് പോകുമ്പോഴത്തേനും ഹിനാച്ചു ഹാരിയോ അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അവരെ കണ്ട ഉടനെ ടൈക്ക് തിരിഞ്ഞിട്ട് നോക്ക് എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ അവന്റെ ഫ്രണ്ട് പിന്നെ നീ എന്തിനാ തിരിഞ്ഞേ? അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവനിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ കാണിക്കുന്നില്ല. ഹാരിയോന്റെ ഫ്രണ്ട് നീയും ചിനാൻസും വളരെ ക്ലോസ് ആയിട്ട് വരികയാണല്ലോ. അത് ഞങ്ങളുടെ ക്ലാസ്സില് ഞങ്ങൾ അടുത്തടുത്താണ് ഇരിക്കാറ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ടൈക്കി അവിടെ ഇരുന്ന് മെൽറ്റ് ആവുകയാണ്. അങ്ങനെ ഹാരിയുന്റെയും ടൈക്കിയുടെയും മാച്ച് ഒരുമിച്ച് പോവുകയാണ്. പക്ഷെ ടൈക്കിനെ കഴിഞ്ഞും ഹാരിയു നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആ മാച്ച് കാണാൻ ഹീനയും വരുവാണ്. അപ്പൊ ടൈക്കിയുടെ ഫ്രണ്ട് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് ഹാരിയു ചിനാച്ചുവിനെ ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഈ മാച്ച് കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഹാരിയു ഇനി അവനോട് ചിനാച്ചുവിനെയും നാഷണൽസിൽ കളിക്കുന്നതും ഗിവ് അപ്പ് ചെയ്യാൻ പറയുന്ന പോലെയുണ്ട്. അപ്പൊ ആ മാച്ച് അവര് മാത്രമല്ല നമ്മുടെ ചിനാച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ട് ാണ്. അങ്ങനെ ടൈക്ക് ആ മാച്ചിൽ തോറ്റു പോവുകയാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട് നീ ഓക്കെ അല്ലേ? കുറച്ച് വെള്ളം കുടിക്കേ. അപ്പൊ ടൈക്ക് ഞാൻ ജയിക്കേണ്ടിയിരുന്ന മാച്ച് ആയിരുന്നില്ല ഇത്. ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണമായിരുന്നു. എന്നെ കൊണ്ട് നേരെ കളിക്കാൻ പറ്റിയില്ല. നീ നന്നായിട്ട് തന്നെ കളിച്ചത്. എനിക്ക് തോന്നുന്നത് നിന്നെ വേറെ എന്തോ കാര്യങ്ങള് അലട്ടുന്നുണ്ട് എന്നാണ്. അപ്പൊ ടൈക്ക് അത് ശരിയായിരിക്കും. പക്ഷെ ചിനാറ്റ്സു ആണ് എന്നെ ഒരുപാട് ഹാർഡറായിട്ട് ട്രൈ ചെയ്യാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത്. പക്ഷെ ഞാൻ തോറ്റതിന് അവളെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുമല്ലാണ്ട് ഞാൻ ബാഡ്മിന്റൺ കളിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടല്ല. സത്യം എന്താന്ന് വെച്ചാ എനിക്ക് ബാഡ്മിന്റൺ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ടൈക്കിനെ അടുത്ത മാച്ചിലോട്ട് വിളിക്കുവാണ്. എന്നിട്ട് ടൈക്കി മനസ്സിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് ടൈക്കി ചിനാൻസു അവന്റെ കാലിൽ അത് കെട്ടിക്കൊടുത്ത് ഓർക്കുവാണ്. ഇനി എന്ത് വന്നാലും ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ കളിക്കാൻ തുടങ്ങുവാണ്. അവൻ നല്ലൊരു കംബാക്ക് ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവുക. ആ മാച്ച് എല്ലാവരും ഒരു ഷോക്കിലായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നേ. കാരണം ടൈക്കി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മാച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട് നീ നിന്റെ സെക്കൻഡ് ഹാഫില് കംബാക്ക് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നേ. എന്തായാലും ആ കാര്യത്തിൽ നിനക്ക് അഭിമാനിക്കാം. നീ ഇന്ന് ഹാരിയോനോട് ചിലപ്പോ തോറ്റിരിക്കാം. പക്ഷെ നിന്റെ സ്കോർ കാണുമ്പോ നീ എന്തായാലും ടീമിൽ കയറുന്നാ തോന്നുന്നേ. പക്ഷെ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെന്ന് ചോദിക്കുവാണ്. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ദിവസത്തിന്റെ അവസാനം ഞാൻ തോറ്റില്ലേ. ഞാൻ എന്റെ സെക്കൻഡ് ഹാഫിലാണ് സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഹാരിയു എൻറ്റയർ മാച്ചും അവന്റെ കയ്യിലായിരുന്നു. എനിക്കറിയാം അവനൊരു സ്ട്രോങ് പ്ലെയർ ആണ്. പക്ഷെ അതെന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹാരിയും ഹാരിയുടെ ഫ്രണ്ട് വെളിയിലിരുന്ന് കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ഹാരിയു എനിക്കിതൊക്കെ കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട് എന്തായാലും നീ ജയിച്ചില്ലേ. പക്ഷെ മാച്ചിന്റെ അവസാനം എന്ന് പറഞ്ഞിട്ട് ഹാരി അവിടുന്ന് പോവാണ്. എന്നിട്ട് ടൈക്ക് ഇങ്ങനെ വീട്ടിലോട്ട് നടന്നു പോവാണ്. അപ്പോഴും അവൻ ആ നടന്ന മാച്ചിനെ പറ്റി ആലോചിച്ചോണ്ട് വരുവാണ്. അടുത്ത് ഞാൻ എങ്ങനെയാണ് ഹാരിയോനെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ചിനാറ്റ്സു ഓടി വരുവാണ്. ടൈക്കിന്ന് വിളിച്ചിട്ട് വാ എന്റെ കൂടെ വാ, വേഗം വാ, സൂര്യൻ അസ്തമിക്കുന്നു, നമുക്ക് വേഗം പോണം. പക്ഷെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ടൈക്കി ചോദിക്കുവാണ്. അതൊരു ഗുഡ് സ്പോട്ടിലേക്ക്. അങ്ങനെ അവര് പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. അപ്പൊ ടൈക്കി നമ്മളെന്താ ഇവിടെ നിൽക്കുന്നേ? അപ്പൊ ചിനാറ്റ്സു റാക്കറ്റ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ടൈക്കി നീ എന്തിനാ ഈ റാക്കറ്റ്സ് കടം വാങ്ങിച്ചോണ്ട് വന്നേ? നീ അന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരുമിച്ച് കളിക്കണമെന്ന്. ഞാൻ പറഞ്ഞത് അവൾ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ചിനാറ്റ്സു അവിടെ ബോർഡർ ലൈൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് നിന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു നല്ല ചാൻസ് ആണെന്ന് കരുതി. നിനക്കറിയില്ലേ പ്രാക്ടീസ് കഴിഞ്ഞാലും എനിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്. എന്നെ പോലെ തന്നെയാണ് നീയെന്ന് ഞാൻ വിചാരിക്കുന്നേ. അപ്പൊ ടൈക്ക് ഇങ്ങനെ മനസ്സിൽ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാള് എന്റെ ലൈഫിലുണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചിനാറ്റ്സു ആ ഷോട്ട്സ് അടിക്കാൻ നോക്കുമ്പോ അവളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ടൈക്ക് ചിരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുവാണ് അവളുടെ അടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ആ ഷോട്ട്സ് പോകുന്ന കാണുമ്പോ അവൾക്ക് സന്തോഷാവുകയാണ്. അപ്പൊ ടൈക്ക് ഇതൊക്കെ ബേസിക്സ് ആണ്. ഞാൻ ഇന്ന് ഹരിയുന്റെ കൂടെയുള്ള നിന്റെ മാച്ച് കണ്ടായിരുന്നു. അതൊന്ന് നിന്റെ ഓർമ്മയിൽ നിന്നൊന്ന് മായ്ച്ചു കള പ്ലീസ്. അതെനിക്ക് നാണക്കേടാണ്. ഞാൻ ആ മാച്ചിൽ തോറ്റു. അപ്പൊ ചിനാറ്റ്സു അതില് നാണം കെടാൻ ഇപ്പൊ എന്താ ഉള്ളത്? നീ ആ മാച്ചിന്റെ എൻഡില് സ്മാഷ് ചെയ്തില്ലേ. നീ നിന്റെ സെക്കൻഡ് മാച്ച് ഒരിക്കലും മറക്കരുത്. ഹരിയു 10 പോയിന്റ്സ് ആണ് സ്കോർ ചെയ്തത്. പക്ഷെ നീ 11 ടൈക്കി. അപ്പൊ ടൈക്കി ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് പക്ഷെ തോറ്റ മാച്ച് തോറ്റത് തന്നെയല്ലേ. ഞാൻ ഫസ്റ്റ് ഹാഫ് മര്യാദയ്ക്ക് കളിച്ചില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് കളിച്ചാലും കിട്ടിയില്ല. ചിനാറ്റ്സു അത് കേട്ട് ചിരിക്കുവാണ്. തോൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അല്ലേ ടൈക്കി. നീ നിന്റെ പ്രാക്ടീസിന്റെ ഇടയില് എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ തന്നെ നീ അടുത്ത ദിവസം മോർണിംഗ് അതൊക്കെ നീ പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ ഹറിയുവിനോടുള്ള അടുത്ത മാച്ചും നീ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എന്താ ശരിയല്ലേ? നീ സെക്കൻഡ് ഹാഫില് നല്ല സ്കോറാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞാനത് ഓക്കെ എന്ന് പറയാൻ കാരണം. എന്താ നിനക്കിപ്പോ മനസ്സിലായോ എന്ന് ചോദിക്കുവാണ് ചിനാറ്റ്സു. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സില് എനിക്ക് എത്ര ദൂരം പോണമെന്ന് അറിഞ്ഞാലും എന്നെ തന്നെ വിശ്വസിക്കുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെ. എന്നിട്ട് ടൈക്കി ചിരിച്ചിട്ട് ഞാൻ എന്തായാലും അടുത്ത മാച്ചിന് ജയിക്കും. അപ്പൊ ചിനാറ്റ്സു അതാണ് സ്പിരിറ്റ്.
എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആക്കുന്നുണ്ട് എന്ന് ടൈക്ക് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. അങ്ങനെ അവര് വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേനും ചിനാറ്റ്സുവിന്റെ ബാഗില് ചീന്ന് എഴുതിയിട്ടുള്ള ഒരു കീ ചെയിൻ കാണുവാണ്. പെട്ടെന്ന് അവന് പിന്നെയും ടെൻഷൻ ആവുകയാണ്. ഇത് ഹാരി വാങ്ങിക്കൊടുത്താണെന്ന് മാത്രം എന്നോട് പറയല്ലേ എന്ന് വിചാരിച്ച് അവൻ ആ കീ ചെയിനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിനാറ്റ്സു അത് കാണും. എന്നിട്ട് ചിനാറ്റ്സു, ഇതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നതാണ്, അവൻ എപ്പോഴും എന്നെ ചീന്നാണ് വിളിക്കുന്നത്. അപ്പൊ ടൈക്ക് മനസ്സില് അപ്പൊ ഇതെന്തായാലും ഹാരി വാങ്ങിച്ചു കൊടുത്തു തന്നെ ആയിരിക്കും. ചിനാറ്റ്സു എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവൾക്ക് ഹരിയുവിനോട് ഡേറ്റിങ്ങിന് പോകണമെന്ന് താല്പര്യമുണ്ടെന്നാണ്. അങ്ങനെ ചിനാറ്റ്സു എഴുന്നേറ്റ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ടൈക്ക്, ഇല്ല നീ പൊക്കോ, കാരണം റോഡിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, ചിലപ്പോ നിനക്കത് ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷെ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരുമിച്ച് ഒരു വീട്ടിലോട്ട് പോവാന്ന് പറയുന്നത് എനിക്കത് അത്ര വലിയ കംഫർട്ടബിൾ അല്ല. ഞാൻ എന്റെ സ്വിങ്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോവാണ്. അത് കേൾക്കുമ്പോഴത്തേനും ചിനാറ്റ്സുവിന് ഒരുമാതിരി ആവുകയാണ്. അപ്പൊ അവളിങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോ ആലോചിച്ചോണ്ട് പോവാണ്, എനിക്കതൊരു വലിയ പ്രശ്നമല്ലേ. അങ്ങനെയാണല്ലേ അവന് തോന്നുന്നേ. അങ്ങനെ അടുത്ത ദിവസം പ്രാക്ടീസിന് പോയി നിൽക്കുമ്പോ ടൈക്ക് നോട്ടീസ് ബോർഡ് കണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം ഡബിൾസില് ഹാരിയും ടൈക്കിന്റെ പേരായിരിക്കും. അപ്പൊ ടൈക്ക് അവിടെ നിന്ന് പറയാണ്, ഞാൻ അവനെ എങ്ങനെ അടിച്ച് തോൽപ്പിക്കാന്ന് കരുതിയതായിരുന്നു, ഇപ്പൊ ഒരുമിച്ച് കളിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് സാധിക്കുക. അങ്ങനെ ഹാരിയോ അവിടെ വന്നിട്ട് ടൈക്കിന്ന് വിളിക്കുവാണ്. എന്നിട്ട് ഹാരിയോ, ഞാൻ നിനക്ക് എങ്ങനെ കളിക്കേണ്ടതെന്ന് ട്രെയിനിങ് തരാം. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സില് ഞാൻ ചിനാറ്റ്സുവിനെ പറ്റി പറഞ്ഞത് അവൻ എന്തായാലും കേട്ടിട്ടില്ല. പെട്ടെന്ന് ഹാരിയോ തിരിഞ്ഞിട്ട്, നീ ചിനാറ്റ്സുവിനെ പറ്റി പറഞ്ഞത് എനിക്ക് കേൾക്കാതിരിക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് ടൈക്കി ടെൻഷനായിട്ട് അവിടെ നിന്ന് മെൽട്ട് ആയിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ടൈക്കി, ഇതെന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഡബിൾസില്. അതൊക്കെ കഴിഞ്ഞ് അവര് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വളരെ ഹാർഡായിട്ടാണ് ടൈക്കിക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടൈക്ക് മടുത്തു പോവാണ്. അപ്പൊ ഹാരിയു, എന്താ നീ മടുത്തോ? ചിനാറ്റ്സു പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയില് പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിനാറ്റ്സുവിന് എങ്ങനത്തെ ബോയ് ഫ്രണ്ട് ആണ് വേണ്ടതെന്ന് വെച്ചാ വളരെ കൂളായിട്ടുള്ള ഒരാളായിരിക്കണം അവളുടെ ഒപ്പം ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുമ്പോഴത്തേനും ടൈക്കി, ശരി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? 5 സെറ്റ് നീ ഓടണം ഈ റിലേക്ക് ചുറ്റും എന്ന് ആര്യ പറയുവാണ്. അങ്ങനെ അവന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവൻ മടുത്തു വന്ന് ക്ലാസ് റൂമിൽ തലവെച്ച് കിടക്കുവാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ട്, നീ എന്താടാ ഇങ്ങനെ കിടക്കുന്നേ? അപ്പൊ അവൻ പറയണേ, എന്നെ കൊണ്ട് മടുത്തു, ഞാൻ ട്രെയിൻ ചെയ്ത് ചാവാറാവാനായി, എനിക്കിപ്പോ ആകെ ഒരു ചില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലം അത് ഈ ക്ലാസ് റൂമാണ്. എന്നിട്ട് ഹീന ചിനാറ്റ്സുനെ ഹാരിയുനെയും പറ്റി പറയുവാണ്. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് നടന്നു പോകുന്നേ, അവർ രണ്ടുപേരും ഒരു വൈബാന്നാ തോന്നുന്നേ. അപ്പൊ ടൈക്കി, എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നേ, പക്ഷെ അവൻ ട്രെയിനിങ്ങിന്റെ ഇടയില് അവൻ ഒരു സ്ഥലത്ത് പോലും സ്ലോ ഡൗൺ ആവുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവന്റെ ഷോട്ട്സ് ഒക്കെ വളരെ അക്യുറേറ്റ് ആണ്. അങ്ങനെ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഹരിയു, നീ നിന്റെ ഈസി ഷോട്ട്സ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുവാണ്. അപ്പൊ ടൈക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനത് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ രാത്രിയാവും. ഞാൻ ഇന്നത്തെ ദിവസം അതിജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അവനൊരു വടിയും കുത്തി പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവര് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ടൈക്കി എന്ന് വിളിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോ ഹരിയും അവന്റെ ഫ്രണ്ട്സും കൂടെ ബാസ്കറ്റ് ബോൾ ടീമിലുള്ള പെമ്പിള്ളേരും ഉണ്ടാവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ചിനാറ്റ്സും ഉണ്ടാവും. എന്നിട്ട് ഹാരിയു ടൈക്കിനെ പിടിച്ച് വലിച്ചിട്ട്, ഈ വർഷം ഡബിൾസില് എന്റെ കൂടെ ഇവനാണ് പാർട്ട്ണർ. അപ്പൊ ടൈക്കി ടെൻഷനായിട്ട്, അവൻ എന്തിനാ ഈ കാര്യം ഇവിടെ പറയുന്നേ? ഹാരിയു, ഈ പയ്യൻ ഫസ്റ്റ് ഇയർ ആണ്, അതുമല്ലാണ്ട് ഇവൻ വളരെ യൂസ്ലെസ്സും ആണ്. അങ്ങനെ അവനെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ടൈക്ക് മനസ്സിൽ ഇതൊക്കെ ശരിയാണ്, എന്നെ കൊണ്ട് ഒന്നും പറയാൻ സാധിക്കില്ല. ആ സമയം ഹരിയു, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവന്റെ ഉള്ളിൽ എന്തോ ഒരു ഫോഴ്സ് ഉണ്ട് എന്നാണ്. അതിന് കാരണം ഞാൻ ഇവനെ എത്ര അടിച്ചാലും ഇവനെ ഒരിക്കലും ക്വിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോ ഇവന് എക്സ്ട്രാ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൻ മടുത്തു പോകുന്നില്ല, അവൻ അവസാനം വരെ പൊരുതുന്നുണ്ട്. അത് കേൾക്കുമ്പോ ടൈക്കിക്ക് സമാധാനമാവുകയാണ്. ഹരിയു ഇന്നും അവന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ചിനാറ്റ്സു അവിടെ നിന്നിട്ട്, ഇത് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ചിനാറ്റ്സു ടൈക്കിനെ നോക്കി ചിരിക്കുവാണ്. പെട്ടെന്ന് ഹരിയുന് ഒരു മെസ്സേജ് വരുവാണ്. ഫോൺ എടുത്ത് നോക്കിയിട്ട്, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ടൈക്കി കളിയാക്കി ചിരിക്കുവാണ്. എന്ത്, നിന്റെ ഗേൾ ഫ്രണ്ടോ? പെട്ടെന്ന് ടൈക്കിന്റെ തലയിൽ കത്തുവാണ്. എന്ത്, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അതെ, ഈ ലാസ്റ്റ് വീക്ക് തൊട്ടാണ്. ഞങ്ങള് തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. അവള് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഞങ്ങള് തമ്മിലുള്ള ഇഷ്ടം പറഞ്ഞു. അങ്ങനെ അവളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ടൈക്കിന്റെ നല്ല ജീവൻ അങ്ങനെ ഉള്ളിലോട്ട് വരുവാണ്. അപ്പൊ ഹാരിയുനെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടെ ടൈക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഗേൾ ഫ്രണ്ട് ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാടാതെ അവന്റെ അടുത്ത് പറയുവാണ്. അപ്പൊ ടൈക്ക് അവിടെ കിടന്ന് കാറുവാണ്. അത് നിന്റെ വിഷയമല്ല. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.